സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ജീസസ് വോയിസ് മെസ്സേജിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26, 31 മുതൽ 35 വരെ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കലിടറും. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 31 മുതൽ 35 വരെ നാം പഠിക്കുമ്പോൾ അനധിവിദൂര ഭാവിയിൽ യേശുവിന് സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ യേശു പ്രവചിക്കുകയാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നുള്ളത് യേശുവിന് സംഭവിക്കാനിരിക്കുന്ന ക്രൂശ് മരണത്തിന് മുമ്പായുള്ള സംഭവങ്ങളാണ്. അതേ തുടർന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നത് സംബന്ധിച്ചാണ് പ്രവാചകൻ പഴയ നിയമത്തിൽ പ്രവചിച്ചത്. അത് ഉദ്ധരിച്ചുകൊണ്ട് യേശു തനിക്ക് സംഭവിക്കാനിരിക്കുന്ന ക്രൂശ് മരണത്തിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പത്രോസ് ഇവിടെ പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നാണ്. പത്രോസിൻ്റെ ഈ ഞാനെന്ന ഭാവം ഇതാണ്. ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാനവനെ അറിയുകയില്ല എന്ന് തള്ളിപ്പറയുവാൻ ഇടയാക്കിയ പ്രധാന ഘടകം. നമ്മിൽ നിന്നും പൂർണ്ണമായി ദൂരീകരിക്കേണ്ട ഒരു പ്രധാന ചിന്തയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഞാനെന്ന ഭാവം ഇത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ ഞാനെന്ന ഭാവത്തെ കുരിശിൽ തറച്ചു എന്നാണ് നാം കാണുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് പൗലോസ് പറഞ്ഞത്. നമ്മുടെ ഞാനെന്ന ഭാവം ക്രൂശിക്കപ്പെടണം. അപ്പോഴാണ് നമ്മിൽ ദൈവിക സാന്നിധ്യം നിറയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാതെ നമുക്ക് ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിൻ്റെ സാക്ഷിയായി നിലനിൽപ്പാൻ സാധ്യമല്ല. ഇവിടെ ഒരു സ്ത്രീയുടെ മുമ്പിൽ ദൈവത്തെ പുകഴ്ത്തുവാൻ, സാക്ഷിക്കുവാൻ, ഉയർത്തുവാൻ കിട്ടിയ അവസരം പത്രോസ് നഷ്ടപ്പെടുത്താൻ കാരണം, അഥവാ യേശുവിനെ തള്ളിപ്പറയുവാൻ കാരണം, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന ഞാനെന്ന ഭാവമാണ്. മത്തായി സുവിശേഷം 26-35 അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന്. ഈ ചെറിയ വേദഭാഗത്ത് 2 പ്രാവശ്യം ഞാൻ ഇടറുകയില്ല എന്നും ഞാൻ എന്നെ തള്ളിപ്പറയുകയില്ല എന്നും പറഞ്ഞ പത്രോസ്
അല്പസമയം കഴിഞ്ഞ് യേശു പറഞ്ഞതുപോലെ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ നാം ഗ്രഹിക്കേണ്ടത് നമ്മിലുള്ള ഞാനെന്ന ഭാവത്തെക്കുറിച്ചാണ്. നമ്മിൽ പലർക്കുമുള്ള ഒരു ബലഹീനതയാണ് ഞാനെന്ന ഭാവം. ഈ ഞാനെന്ന ഭാവം ക്രൂശിക്കപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് സാധിക്കുക. ആമേൻ.